അല്ലാഹുവിന്റെ നാമത്തിലാണ് ഞാൻ ഈ ചീർപ്പെടുത്തത്. ഫിറഔനിന്റെ മകൾ പറഞ്ഞു, എന്നാൽ മാഷിദാ, ഇത് ഞാൻ എന്റെ ഉപ്പയോട് പറഞ്ഞു കൊടുക്കട്ടെ. കൊടുത്തോ, എനിക്ക് പ്രശ്നമല്ല. പൃഥ്വിരാജിന്റെ കൂടെ ജയസൂര്യ നീർച്ചാലിലേക്ക് വന്നപ്പോ അവിടെയും തടിച്ചുകൂടിയത് പർദ്ദയിട്ട പെണ്ണുങ്ങളല്ലേ. എന്റെ പൊന്ന് സഹോദരി, വാലിന് വന്നിട്ടെന്താ ഈ കാര്യങ്ങളൊക്കെ? എവിടെ വാല് നടക്കുമ്പോഴും ആദ്യമായി കടന്നു വന്ന് നമ്മുടെ സദസ്സുകളെ വിജയിപ്പിക്കുന്നത് പെണ്ണാണെങ്കിൽ ഈ പെണ്ണ് തന്നെയാണ് സമൂഹത്തിന്റെ അപമാനത്തിന്റെ കഥകൾ കൊണ്ടുവരുന്നത്. നമ്മുടെ സ്ഥാപനങ്ങൾക്ക് നിങ്ങളുടെ അരികത്തിന്റെയും നിങ്ങളുടെ മോതിരത്തിന്റെയും നിങ്ങളുടെ പാദസരങ്ങളുടെയും നിങ്ങളുടെ കൈചെയിനിന്റെയും കഥ പറയാനുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിന് അപമാനത്തിന്റെ കഥകളും ചിലത് പറയാനുണ്ട്. എങ്ങനെയാണ് നിനക്ക് ധൈര്യം വരുന്നത്? എങ്ങനെയാണോ നിനക്കൊക്കെ ധൈര്യം വരുന്നത്? അവരെയല്ല പറയേണ്ടത്. ഇതിന് കൂട്ടുനിൽക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. തന്റെ പെണ്ണെന്ത് ചെയ്താലും അതിനൊരു മടിയില്ല, അതിനൊരു പ്രശ്നമില്ല, അതിനൊരു കുഴപ്പമില്ല. ഇതൊന്നും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്ന് നടക്കുന്ന ഭർത്താവാണോ? നിന്നെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്. സ്വർഗത്തിന്റെ കവാടങ്ങളിൽ അല്ലാഹു എഴുതി വെച്ചിട്ടുണ്ട്, ഹറാമുൻ അലൈഹിൽ ജന്ന. 3 കൂട്ടം ആളുകൾക്കാണ് അല്ലാഹു സ്വർഗം നൽകാത്തത്. ഒന്ന്, കള്ളു കുടിക്കുന്ന ആളുകൾ. കള്ളു കുടിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സ്വർഗം നൽകൂല. ജീവിതത്തിൽ കള്ളു കുടിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഉടനെ തൗബ ചെയ്തേക്ക് സർവശക്തനായ റബ്ബിനോട്. ആ റബ്ബ് നമ്മളെ കൈവിടില്ല, ആ റബ്ബ് നമ്മളെ ഉപേക്ഷിക്കില്ല. ആ റബ്ബിനോട് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി, അല്ലാഹുവേ, എന്റെ ദോഷങ്ങൾ നീ പുറത്തു തരണേ. അറിയാതെ ചെയ്തത്, അറിഞ്ഞു ചെയ്തത്, പരസ്യമായി ചെയ്തത്, രഹസ്യമായി ചെയ്തത്, ഞാൻ നിന്നിലേക്ക് കൈകൾ ഉയർത്തി ചോദിക്കുകയാണല്ലാ, നീ എനിക്ക് പുറത്തു തരണേ എന്ന് കരഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനോ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരിയോ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ചോദ്യം ചെയ്യാൻ തയ്യാറുണ്ടോ? അല്ലാഹു മാപ്പ് നൽകുമെന്ന് ഉറപ്പാ. അതുകൊണ്ട് എന്റെ പൊന്നു ചെറുപ്പക്കാരാ, മതിയായിട്ടില്ലേ തോന്നിവാസങ്ങള്? മതിയായിട്ടില്ലേ ഈ അരുതായ്മകളുടെ പിന്നിൽ കൊടിപിടിച്ച് നടക്കുന്നത്? മതിയായിട്ടില്ലേ നാടിന്റെ കോപ്രാട്ടിത്തരങ്ങളും തമ്മാടിത്തരങ്ങളും ചെയ്തുകൊണ്ട് നാട്ടിൽ സിന്ദാബാദ് വിളിച്ചു നടക്കുന്നത്? പരിശുദ്ധമായ ഖുർആൻ നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഓരോ ചെറുപ്പക്കാരന്റെ നെഞ്ചകങ്ങളിലേക്ക്, ഓരോ പെണ്ണിന്റെ നെഞ്ചകങ്ങളിൽ എഴുതി വെക്കണം. എന്താണ് ചോദ്യം എന്നറിയോ? അലം യഅ്നിലില്ലദീന ആമനൂ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് മാറാനുള്ള സമയമായിട്ടില്ലേ? എന്നാണ് ഈ മാറ്റം വരിക. അലം യഅ്നിലില്ലദീന ആമനൂ, സത്യവിശ്വാസികളായ ആളുകളെ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഈ മാടന്നൂർ എന്ന പ്രദേശത്തേക്ക് കടന്നു വന്ന ചെറുപ്പക്കാരനോടും ചെറുപ്പക്കാരികളോടും അല്ലാഹുവിന്റെ ചോദ്യമാണിത്. അല്ലാഹുവിനോട് മറുപടി പറഞ്ഞേ ഈ സമയത്ത് തന്നെ. എന്താണ് ചോദ്യമെന്നറിയോ? അലം യഅ്നി, നിനക്ക് സമയമായിട്ടില്ലേ? അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഞാൻ ഇതാ തോന്നിവാസങ്ങൾ നിർത്തിവെച്ചു. ഇനി കള്ളു കുടിക്കാൻ ഞാനില്ല, ഇനി വ്യഭിചാരങ്ങൾക്ക് ഞാനില്ല, ഇനി പലിശ തിന്നാൻ ഞാനില്ല, ഇനി കമന്റ് അടിക്കാൻ ഞാനില്ല, ഇനി ചാറ്റ് ചെയ്യാനോ ചീറ്റ് ചെയ്യാനോ വീഡിയോ കോൺഫറൻസ് നടത്താനോ ഞാനില്ല, കമന്റ് അടിക്കാനോ ബൈക്കിലൂടെയോ കാറിലൂടെയോ കടന്നു ചെന്ന് ഏതെങ്കിലും ഒരു പെണ്ണിന്റെ പിന്നാലെ പോവാൻ ഞാനില്ല. ഞാനിതാ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് കടന്നു വന്നു എന്ന് പറയാനുള്ള ചങ്കൂറ്റം നിനക്കുണ്ടോ? അല്ലാഹു നിനക്ക് മാപ്പ് തരും ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് മാപ്പ് തരും ചെറുപ്പക്കാരി. അതുകൊണ്ട് മടങ്ങിയേക്ക്. അല്ലാഹു നമ്മൾക്കൊക്കെ പുറത്തു തരുമാറാവട്ടെ. അല്ലാഹു നമ്മൾക്കൊക്കെ പുറത്തു തരുമാറാവട്ടെ. ഒന്ന്, കള്ളു കുടിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ ഹറാമുൻ അലൈഹിൽ ജന്ന, അവന് സ്വർഗം ഹറാമാണ് കേട്ടോ. അതേപോലെ തന്നെ രണ്ടാമതൊരാൾ ആരാണെന്നറിയോ? മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ആളുകൾ, അവർക്കും അല്ലാഹു നാളെ സ്വർഗം നൽകില്ല. അല്ലാഹു നമ്മൾക്കൊക്കെ പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ, നമ്മുടെ സ്വഭാവത്തിലൂടെ അവരോടുള്ള അപമര്യാദകൾ സംഭവിക്കാറുണ്ട്. അല്ലാഹു നമ്മൾക്ക് പുറത്തു തരുമാറാവട്ടെ. മൂന്നാമത് പറഞ്ഞത് കുടുംബത്തിൽ വ്യഭിചാരമുണ്ടെന്ന്, കുടുംബത്തിൽ തോന്നിവാസമുണ്ടെന്നറിഞ്ഞിട്ട് അതിനെതിരെ ശബ്ദിക്കാത്ത പെൺകൂസന്മാരായ ഭർത്താക്കന്മാർക്ക് അല്ലാഹു നാളെ സ്വർഗം നൽകില്ല. ജീവിതത്തിൽ എങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തം ചോദിച്ചേക്ക്. എന്റെ കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം ഹറാമ് നോക്കലല്ലേ? എന്റെ കാത് കൊണ്ടുള്ള വ്യഭിചാരം ഹറാമ് കേൾക്കലല്ലേ? എന്റെ കൈകൾ കൊണ്ടുള്ള വ്യഭിചാരം എന്താ?
അന്യ പുരുഷനോട് തൊട്ടുരുമ്മി നിൽക്കുന്നത് കൈകൾ കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമല്ലേ? ഏതെങ്കിലും ഒരു നടൻ കടന്നു വരുമ്പോ നടന്റെ കൂടെ സെൽഫി എടുക്കുന്നത് വ്യഭിചാരമല്ല എന്ന് പറയാൻ പറ്റോ? എനിക്കറിയാം, ദീനീ ബോധമുള്ള ചെറുപ്പക്കാരൻ ഒരു പിക്നിക്കിന് വേണ്ടി അങ്ങ് ബാംഗ്ലൂരിലേക്ക് കടന്നു പോയപ്പോ രഞ്ജിനി ഹരിദാസിന്റെ കൂടെ സെൽഫി എടുത്ത ചെറുപ്പക്കാരൻ എനിക്കറിയാം. ചെറുപ്പക്കാരാ, പെണ്ണ് സെൽഫി എടുത്തു എന്ന് പറഞ്ഞിട്ട് നീ അങ്ങോട്ട് കളിയാക്കാൻ നിൽക്കണ്ട. നിന്റെ സ്വഭാവം ഇത് കുറവല്ലല്ലോ. ചില ആളുകൾക്ക് ഇവിടെ അസൂയയാണ്, ചില ആളുകൾക്ക് ഇവിടെ അസൂയയാണ്. എനിക്കറിയാം അങ്ങനെയുള്ള ചെറുപ്പക്കാരൻ. രഞ്ജിനി ഹരിദാസിന്റെ കൂടെ സ്റ്റേജിൽ കയറി നൃത്തം വെച്ച് അവരുടെ കൂടെ ഷോൾഡറിൽ കൈവച്ച് സെൽഫി എടുത്ത ചെറുപ്പക്കാരൻ ആരാണ്? 5 വക്ത് നിസ്കരിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ. എന്തിനേറെ പറയണം, റബീഉൽ അവ്വൽ നടക്കുമ്പോ ഏതോ ഒരു വ്യഭിചാരി പെണ്ണിന്റെ കൂടെ സെൽഫി എടുത്ത നാട്ടുകാരല്ലേ? അല്ലാഹു പുറത്തു തരുന്ന വിഷയമാണോ ഇതൊക്കെ? ഇതൊക്കെ തമാശയായി കാണാൻ പറ്റുമോ? ഇതൊക്കെ അല്ലാഹുവിന് മാപ്പ് നൽകുമോ?